മദ്രസയിലൊക്കെ നിൽക്കുന്ന ഉസ്താദുമാരുണ്ട്. അവർ ചെയ്യുന്ന സേവനത്തെ നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല. മുദരിസിന്റെ അടുത്തേക്ക് വരുന്ന ഇത്തരം വലിയ കുട്ടികൾക്ക് ദീനറിയാം, ഖുർആൻ ഓതാൻ അറിയാം, മഖ്റജുകൾ അറിയാം, അക്ഷരശുദ്ധിയോടുകൂടെ പാരായണം പറ്റും, നോമ്പെടുക്കാനും നിസ്കരിക്കാനും അവർക്ക് പറ്റും. നേരെ മറിച്ച് മദ്രസയിലേക്ക് വരുന്ന ഒരു കുട്ടി മുണ്ടഴിഞ്ഞാൽ ഉടുക്കാൻ പറ്റാത്തവനാണ്, മൂക്കൊലിച്ചാൽ അത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തവനാണ്, ഉമ്മയുടെ നിഴലിൽ മാത്രം ജീവിച്ച് ശീലിച്ചവനാണ്. ആ കുട്ടിയെ നേരത്തെ ഞാൻ പറഞ്ഞ വിധം ഇസ്ലാം പഠിച്ച്, സംസ്കാരം പഠിച്ച്, ഇബാദത്തുകൾ പഠിച്ച്, ഖുർആൻ ഓതാൻ പഠിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുന്ന മദ്രസ ഉസ്താദുമാരാണ്. ശമ്പളമൊക്കെ എത്ര ആയിരിക്കും എന്ന് അറിയാം, വളരെ തുച്ഛായിരിക്കും. അവിടെ ലോകത്ത് ഇതുവരെ ഒരു സമരവും നടന്നിട്ടില്ല, ഒരു പഠിപ്പുമുടുക്കലും നടന്നിട്ടില്ല. ഒരുപ്പെട്ട ഏതെങ്കിലും ഒരാളെ കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് അനിഷ്ടകരമായി എന്തോന്ന് പ്രവർത്തിച്ചു, അത് കാരണം പിരിച്ചുവിടുമ്പോൾ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടെ പള്ളിയുടെ മുന്നിൽ കുത്തിയിരുന്ന് ഘോരവ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്തിനു വേണ്ടിയാണത്? ഈ ദീന് നിലനിൽക്കണമെങ്കിൽ വിജ്ഞാനത്തിന്റെ പ്രസരണം നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സഹാബാ കിറാമിന്റെ ജീവിതം ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു.